ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ന്യൂസ് കണ്ടതുകൊണ്ടാണ്. എനിക്ക് ഈ ന്യൂസിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ന്യൂസ് എന്താണെന്ന് ഞാൻ ഒന്ന് വായിച്ചു തരാം. അതിൻ്റെ ജസ്റ്റ് ഒരു 2 ലൈൻ വായിച്ചു തരാം. നടന്മാർക്കെതിരെ ഉന്നയിച്ച പരാതികളിൽ നിന്ന് പിന്മാറുന്നു എന്ന് നടി. മുകേഷ് അടക്കം നടന്മാർക്കെതിരെയുള്ള പരാതികൾ പിൻവലിക്കുകയാണ് എന്ന് പരാതിക്കാരിയായ നടി പറഞ്ഞു. അപ്പം മുകേഷ് MLA അടക്കമുള്ള, അതായത് മുകേഷ് MLA, അത് കഴിഞ്ഞിട്ട് മണിയൻ പിള്ള രാജു, അത് കഴിഞ്ഞിട്ട് ജയസൂര്യ, ഇടവേള ബാബു എന്നീ നടന്മാർക്കെതിരെയുള്ള പരാതികളാണ് ഈ നടി പിൻവലിക്കാൻ പോകുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പിന്നെ എന്തിനായിരുന്നു ഇത്രയും കോലാഹലം ഉണ്ടാക്കിയത്? എന്തൊക്കെ ബഹളമായിരുന്നു! ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതും ഈശ്വര, ഇവിടുത്തെ ചാനലുകളാകട്ടെ, ഓൺലൈൻ മീഡിയാസ് ആകട്ടെ, അതിനെ പിന്നാലെ പോയി എന്തൊക്കെ ബഹളങ്ങളാണ് ഉണ്ടാക്കിയത്. ഇങ്ങനെ ഒരു കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ടാണോ? ഇത് എല്ലാം അണഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് പിൻവലിക്കാൻ വേണ്ടിയിട്ടാണോ അന്ന് ഇങ്ങനെ ഒരു കോലാഹലം കൊണ്ടുവന്നത്? അല്ല, എന്തായിരുന്നു ഉദ്ദേശം? അല്ല, എന്താണ് അപ്പം ഈ കേസ് ഇങ്ങനെ എന്താണ് എല്ലാ ലോകത്തെ അറിയിക്കാൻ വേണ്ടി മാത്രമാണോ? അതെ, നിങ്ങൾക്കപ്പം നീതി കിട്ടണമെന്നുള്ള ഒരു ബോധം ഇല്ലായിരുന്നു? അപ്പം എന്താണ് ഈ ഇങ്ങനെ ഒരു കേസ് കൊടുക്കാനുള്ള പ്രേരണ? ഇപ്പം എന്താണ്? ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, അപ്പം ആ നടിയും വന്നു, ഇങ്ങനെ ഇന്ന ആൾക്കാരൊക്കെ ഉണ്ട്, എന്നെ പീഡിപ്പിച്ചു, ഇതാണ് എന്ന് പറഞ്ഞു. എല്ലാവരും അത് കവറും ചെയ്തു. അപ്പൊ ഒരു നീതിക്ക് വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ ഇത് പിന്മാറേണ്ട കാര്യമുണ്ടോ? ഈ കേസുകൾ പിൻവലിക്കേണ്ട കാര്യമുണ്ടോ? അതിന് അവർ പറയുന്ന റീസൺസ് അതിലും വിശേഷമാണ്. തനിക്ക് സർക്കാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ലെന്നും തനിക്കെതിരെ ചുമത്തിയ പോക്സോ കേസിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും ഇവർ ആരോപിക്കുന്നു. മാധ്യമങ്ങളിൽ നിന്ന് പോലും പിന്തുണ കിട്ടാത്തതിനാലാണ് പരാതികൾ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും നടി പറഞ്ഞു. അത് ശരി, ഇങ്ങനെ ഒരു സംഭവം, ഒരു പീഡനം പുറത്ത് പറയാനായിട്ട് അവർ കാണിച്ച ഗട്ട്സ് നീതിക്ക് വേണ്ടി കാണിക്കാൻ അവർക്ക് ഇല്ലേ ഗട്ട്സ്? അതാണ് എൻ്റെ ചോദ്യം. എത്രയോ പേരാണ് പീഡനത്തിനിരയെ, എത്രയോ പേരാണ് ഇപ്പോഴും പുറത്തു വരാതിരിക്കുന്നത്? എത്രയോ സെലിബ്രിറ്റീസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, നോർമൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എത്രയോ പേര് ഓരോന്നും പുറത്ത് പറയുന്നില്ല. എത്രയോ പേര് എത്ര വർഷങ്ങൾ എടുത്തിട്ട് അവർക്ക് തന്നെ പീഡിപ്പിച്ചവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ എത്രയോ പേര് കോടതി കയറി ഇറങ്ങുന്നുണ്ട്. എത്രയോ പേര് അതിൽ വിജയിച്ചിട്ടുമുണ്ട്, ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വിജയിച്ചിട്ടുണ്ട്. ഇവരെന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ഇത് തുറന്നു പറയാൻ ഇത്രയും മീഡിയയ്ക്ക് മുമ്പിൽ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് അടക്കമുള്ള മുൻനിര മാധ്യമങ്ങൾക്ക് മുമ്പിൽ തൻ്റെ ഐഡന്റിറ്റിയും തന്നെ ഉപദ്രവിച്ച നടന്മാരുടെ പേരും അതുപോലെ തന്നെ എല്ലാം എന്താണ് സംഭവിച്ചത് എന്ന് വരെ വിളിച്ചു പറയാൻ ധൈര്യമുള്ള ആ നടി എന്തുകൊണ്ട് ഈ ഒരു ചെറിയ പിന്തുണ കിട്ടുന്നില്ല എന്ന്? എന്ത് പിന്തുണയാണ് കിട്ടാത്തത്? അവരെ ആരോപിച്ചപ്പോൾ തൊട്ട് ഈ നടന്മാർക്കെതിരെയും അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയാസ് ആയാലും വെബിലായാലും TV ജേർണലിസ്റ്റുകളായാലും ഒക്കെ തന്നെ ഈ നടിക്ക് സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട്, ഈ നടന്മാർക്ക് സപ്പോർട്ടായിട്ടും വരുന്നവരുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരെ ഒറ്റപ്പെടുത്തിയൊന്നുമില്ലല്ലോ. ആരാണ് ഇവിടെ ഒറ്റപ്പെടുത്തിയത്? ഇവരുടെ സൈഡിൽ നിന്ന് ഞാൻ തന്നെ എത്രയോ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ജയസൂര്യ എല്ലാവരും ചീത്ത വിളിച്ച് എഴുതുന്നത്. കമന്റ് ബോക്സിലാണെങ്കിൽ ഇവൻ കള്ളനാണോ, അത് കള്ളനായിരുന്നോ, ഇവന്റെ താടി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ കമന്റാണ് വന്നിരിക്കുന്നത്. ഇഷ്ടം പോലെ കമന്റ്. മുകേഷിനെതിരെയായാലും ഇടവേള ബാബുവിനെതിരെയായാലും മണിയൻ പിള്ള രാജുവിൻ്റെ എതിരെയായാലും എല്ലാം ഇതേപോലെ ഇഷ്ടം പോലെ കമന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓൺലൈൻ മീഡിയാസിലായാലും അവർ ഒരുപാട് വീഡിയോസ് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണോ ഇവർ പറയുന്നത് മാധ്യമങ്ങളിൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ല എന്ന്? പിന്നെ എപ്പോഴും ഇവരുടെ പിന്നാലെ ചിലപ്പോൾ നടക്കാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അവർക്ക് വേറെ ന്യൂസുകളുണ്ട്. അപ് ടു ഡേറ്റ് ആയിട്ട് ന്യൂസ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ധർമ്മം. അപ്പോൾ ഇവര് എന്താണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരാള് തൻ്റെ കുറ്റവാളിയെ, തനിക്ക് സംഭവിച്ചത് മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുകയും
അതുപോലെ തന്നെ ആ കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഈ കേസ് ഇപ്പൊ പിൻവലിക്കില്ലായിരുന്നു. അപ്പൊ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? എന്താണ് അവരുടെ ഉദ്ദേശം? നടന്നോ? മിക്കവാറും അവരുടെ ലക്ഷ്യം എന്താണോ അത് നടന്നു കാണും. അതുകൊണ്ടായിരിക്കും ഇവരിപ്പോ കേസ് പിൻവലിക്കുന്നത്. പക്ഷെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും ഗുരുതരമായിട്ടുള്ളതും, വെറും ആരോപണങ്ങളല്ല, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഓരോ യൂട്യൂബ് ചാനലിലും വന്നിരുന്ന് തുറന്നടിച്ച് പറഞ്ഞ് എക്സ്പോസ് ചെയ്ത് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു സർക്കാരിൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ല, മാധ്യമങ്ങളിൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ഒരു പരാതി പിൻവലിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടാൻ പാടില്ലായിരുന്നു. അത് ഇത്രയും ഗട്ട്സ് കാണിച്ച്, എല്ലാം തുറന്നടിക്കാനുള്ള ഗട്ട്സ് കാണിച്ച സ്ത്രീക്ക് ഒറ്റയ്ക്ക് നിന്ന് പോരാടാനാണോ പ്രശ്നം? ഗട്ട്സ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്, ശരി, സമ്മതിച്ചു. ഗട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ പറയാം. ഇതെന്താണ്, ഗട്ട്സ് ഇല്ലാത്ത സ്ത്രീ ആണോ ഇത്രയും മീഡിയയുടെ മുമ്പിൽ വന്ന് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തോണ്ടിരുന്നത്? അപ്പോൾ വളരെ കഷ്ടമാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളാണ് സത്യം പറഞ്ഞാൽ നേരെ പോകുന്ന നല്ലോണം നടക്കുന്ന സ്ത്രീകളെ കൂടെ അപമാനം എന്ന് പറയുന്നത്. വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിപ്പോയി, വളരെ മോശം ന്യൂസാണ് ഇത്. ഈ വാർത്തകൾ വന്ന കാരണം ഈ നടന്മാരുടെ ഫാമിലികൾ അനുഭവിച്ചതോ, അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തതോ, എന്തെല്ലാം ആണ് വന്നത്. അപ്പൊ അവരനുഭവിച്ചതിനൊക്കെ ആര് പറയും? ആരുത്തരം പറയും? വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, വളരെ മോശം. താങ്ക് യു ഫോർ വാച്ചിങ്.